നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഉജ്ജ്വല സ്വീകരണം. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. പ്രദേശം രോഗഭീഷണിയിൽ. തീതുപ്പിയ കാർ ഇനി വീട്ടിലിട്ടാൽ മതിയെന്ന് MVD. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കുണ്ടറയിലാണ് സംഭവം. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി 50 ജനുവരി മാസം 26-ാം തീയതി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ആ കാര്യം ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നാം പറഞ്ഞ കാര്യമാണ്. ആ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതാണ് ഭരണഘടനയുടെ ആമുഖത്താളിൽ ആർക്കും വായിക്കാൻ ഭാഗത്തിന് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്തിന്റെ പേര് തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും കേന്ദ്ര സർക്കാർ കുഴിച്ചുമൂടുന്നു. മോദി സർക്കാർ കൊണ്ടുവരുന്ന ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണ്. ഇത് പിൻവലിക്കണം. BJP സർക്കാർ നാടിന്റെ ജീവിതപാതകളെയെല്ലാം കൊട്ടിയടയ്ക്കുകയാണ്. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ട്രംപ് പറയുന്നു. എല്ലാ മേഖലയിലും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നിറയാൻ പോകുകയാണ്. ഇന്ത്യ അമേരിക്കൻ രാഷ്ട്രത്തലവന്മാരുടെ സംയുക്ത സമ്മേളനത്തിൽ വെച്ചല്ല ഇതൊന്നും ട്രംപ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംഘാടക സമിതി ചെയർമാൻ M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. ജാഥ മാനേജർ M സ്വരാജ്, സംഘാടക സമിതി കൺവീനർ ജഗജ്ജീവൻ ലാലി, ജാഥ അംഗങ്ങളായ PK രാജൻ, P വസന്തം, നേതാക്കളായ മന്ത്രി J ചിഞ്ചുറാണി, S ജയമോഹൻ, J മേഴ്സിക്കുട്ടിയമ്മ, S സുദേവൻ, PS സുബാൽ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമിച്ച് കൂട്ടി LDFനെ തോൽപ്പിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ തോളിലാണ്, മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിലാണ്. രണ്ട് വർഗീയ വിപത്തിനെ ഒരുമിച്ച് കൂട്ടി ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാവുമോ എന്നാണ് നോക്കുന്നത്. ഇടതുപക്ഷം ചെയ്ത തെറ്റെന്താണ്? ഈ ഒരു ദശാബ്ദം കേരളത്തിൽ LDF ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും തെറ്റായ ഒരു നടപടി സ്വീകരിച്ചുവെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്കാവൂ. ഈ 10 കൊല്ലത്തിനുള്ളിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് LDFനെതിരെ ഒരു വലിയ സമരം നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ സാധിക്കാത്തത്? അതിനൊരവസരം കൊടുത്തിട്ടില്ല. ജനങ്ങളോടുള്ള പ്രതിബദ്ധത LDFന്റെ ഓരോ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുമായിരുന്നു. ഇത്രമാത്രം ജനങ്ങൾക്ക് ആശ്വാസമായി മാറിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ അധികമുണ്ടാവില്ല. രാവിലെ നിയോജക മണ്ഡലം അതിർത്തിയായ കല്ലുകടവിലെത്തിയ ജാഥയെ ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് സമ്മേളന നഗറിലേക്ക് ആനയിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയുടെ കിഴക്കുവശത്താണ് സ്വീകരണ സമ്മേളനം നടന്നത്. ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനാൽ പ്രകടനങ്ങൾ ഒഴിവാക്കിയിരുന്നു. നഗരത്തിൽ പ്രവേശിച്ച ജാഥയെ റെഡ് വോളണ്ടിയർമാരുടെയും ബാൻഡ് ഗ്രൂപ്പിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ചു. സമ്മേളന വേദിയിൽ ജാഥ ക്യാപ്റ്റൻ റെഡ് വോളണ്ടിയർമാരുടെ സല്യൂട്ട് സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തീതുപ്പിയ കാർ ഇനി വീട്ടിലിട്ടാൽ മതിയെന്ന് MVD. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം.
ഞായറാഴ്ച കുണ്ടറയിൽ വിവാഹ ചടങ്ങിന് അകമ്പടിയായി എത്തിയ കാറിന്റെ സൈലൻസറിൽ നിന്നും തീ തുപ്പുന്ന രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തി സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാനെതിരെ മോട്ടോർ വാഹന വകുപ്പ് നിയമ നടപടി സ്വീകരിച്ചത്. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതോടൊപ്പം ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കാറിന്റെ ഇരുവശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പുകക്കുഴലുകളും ചക്രങ്ങളും അഴിച്ചുമാറ്റിയ നിലയിലായിരുന്നു. നിറം മാറ്റാനുള്ള ശ്രമത്തിനിടെയാണ് പിടിയിലാകുന്നത്. പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണിത്. കാർ സ്റ്റാർട്ടാക്കുമ്പോഴും റേസ് ചെയ്യുമ്പോഴുമാണ് തീ തുപ്പിയിരുന്നത്. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം കാറിനെ കുറിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. നമ്പർ പ്ലേറ്റ് മറച്ച നിലയിലായിരുന്നു. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സ്ഥലം കണ്ടെത്തി വീട്ടിലെത്തിയപ്പോൾ കാറും ഉടമയും അവിടെയില്ലായിരുന്നു. കാറുമായി ഉടമ അടുത്ത ദിവസം ഹാജരാകണമെന്ന് വീട്ടുകാരോട് നിർദ്ദേശിച്ചെങ്കിലും എത്തിയില്ല. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO AK ദിലുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് മുഖത്തല നടുവിലക്കര ഭാഗത്തെ പെയിന്റിംഗ് വർക്ക്ഷോപ്പിൽ രൂപമാറ്റം വരുത്തിയ നിലയിൽ കാർ കണ്ടെത്തിയത്. വാഹനം ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഉടമയെ കണ്ടെത്താനായില്ല. കാറിന്റെ രജിസ്ട്രേഷനും ഉടമയുടെ ലൈസൻസും റദ്ദാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നതായി പരാതി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്. രൂക്ഷഗന്ധം കാരണം മൂക്കുപൊത്തിപ്പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് രോഗഭീഷണി ഉയർത്തുന്നതായും പരാതിയുണ്ട്. ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 9, 10 വാർഡുകളിൽ ഉൾപ്പെട്ട കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത്. ടൺ കണക്കിന് ശുചിമുറി മാലിന്യമാണ് ഇവിടേക്ക് തള്ളുന്നത്. കട്ടച്ചൽ ഏലാവളവിലെ കലുങ്ങിനടിയിലാണ് മാലിന്യം തള്ളുന്നത്. താഴെ 1/2 കിലോമീറ്റർ വളവില് വയലുവാരത്ത് ഇതേപോലെ നിരന്തരം 1 മാസമായിട്ട് നിരന്തരമായിട്ട് മാലിന്യം, ബാത്റൂം മാലിന്യം, മാലിന്യം കൊണ്ടുവന്ന് തോട്ടിലൊഴുക്കിയിരിക്കുകയാണ്. അത് കലുങ്ങിന്റെ അടിയിൽപ്പെട്ട് കട്ടി പിടിച്ച് സ്മെല്ലടിച്ചിട്ട് ഈ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ പോകാൻ വയ്യാത്ത വിധത്തില് സ്മെല്ലും അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് തോടിന് അകത്ത്. ഇപ്പോൾ കനാല് തുറക്കുമ്പോൾ ഒരാഴ്ചയാകുമ്പോൾ കനാൽ തുറക്കും. കനാൽ തുറക്കുമ്പോൾ വെള്ളം വരുമ്പോൾ ഇതിലെ കൂടെ വെള്ളം ഒഴുകാൻ വയ്യാത്ത രീതിയിൽ കലുങ്ങ് അടഞ്ഞു കിടക്കുകയാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. കാൽനട യാത്രികർക്ക് പോലും ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ ഭാഗത്തെത്തിയാൽ രൂക്ഷഗന്ധ കാരണം മൂക്കുപൊത്തി നടക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ആദിച്ചനല്ലൂർ പഞ്ചായത്ത് 10ാം വാർഡ് ഉൾപ്പെട്ട പ്രദേശം ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയും 9ാം വാർഡ് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയുമാണ്. 2 പോലീസ് സ്റ്റേഷനും പങ്കിടുന്ന പ്രദേശമാണിവിടം. അർദ്ധരാത്രിയിലാണ് ശുചിമുറി മാലിന്യം ടാങ്കറിൽ നിറച്ച വാഹനങ്ങളിൽ ചാത്തന്നൂരിന്റെയും ആദിച്ചനല്ലൂരിന്റെയും വിവിധ ഭാഗങ്ങളിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് തള്ളുന്നത്. ഇതിന്റെ കനാല് തുറക്കുമ്പോൾ വെള്ളം വന്ന് തോട് അടയുമ്പോൾ പിന്നെ വെള്ളം അപ്പുറത്തെ കരയിലോട്ട് പോകാൻ ബുദ്ധിമുട്ടായതിനാൽ എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇതിനൊരു നടപടി എടുത്തുകൊണ്ട് ഇത് വാരി മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. രാത്രികാലങ്ങളിൽ വലിയ വണ്ടിയിലാണ് ഇത് കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. വലിയ പമ്പ് ചെയ്താണ് ഇതിനകത്ത് ഈ കലങ്ങിന്റെ അടിയിലോട്ട് പമ്പ് ചെയ്ത് വിടുന്നതാണ്. പോലീസ് നിരീക്ഷണം കർശനമാക്കിയാൽ ഒരു പരിധിവരെ സാമൂഹ്യവിരുദ്ധരെ പിടികൂടാൻ കഴിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യം തള്ളുന്ന സാമൂഹ്യവിരുദ്ധരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടച്ചൽ പ്രദേശങ്ങളിൽ മാലിന്യവുമായി എത്തുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി കട്ടച്ചൽ പൗരസമിതിയുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേശീയ പണിമുടക്കിനൊരുങ്ങി ട്രേഡ് യൂണിയനുകൾ. പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും. 24 മണിക്കൂറാണ് പണിമുടക്ക്. ഇതിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ ചവറയിൽ ഗേറ്റ് മീറ്റിംഗ് നടത്തി.
തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക. വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് പിൻവലിക്കുക. തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക. തൊഴിലാളി വിരുദ്ധമായ ലേബർ കോഡുകൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വിത്ത് ബിൽ ഉപേക്ഷിക്കുക തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12-ന് അഖിലേന്ത്യാ പൊതുപണിമുടക്ക് നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി NCCO-E-യുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിന് മുന്നിൽ ഗേറ്റ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. ചവറയിലാണ് യോഗം സംഘടിപ്പിച്ചത്. ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പം നിങ്ങളുടെ ഇത് എടുത്ത് വന്നു കഴിഞ്ഞു. കാരണം ഈ നരേന്ദ്രമോദി സർക്കാർ 3-ാം ടൈം വന്നതിന് ശേഷവും ഒരുപാട് തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട ആവശ്യപ്പെടുന്ന വൈദ്യുതി ഭേദഗതി ബിൽ 2025 പിൻവലിക്കുക, അതുപോലെ ശാന്തി ബിൽ പിൻവലിക്കുക, വിത്ത് നിയമം പിൻവലിക്കുക, ഇൻഷുറൻസ് ബില്ല് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പണിമുടക്ക് നടത്തുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാം ഇലക്ട്രിസിറ്റി മേഖല വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ നമുക്കിപ്പോൾ ഏറ്റവും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇഷ്ടംപോലെ സോളാർ ആപ്ലിക്കേഷൻസ് ധാരാളം ഇവിടെ വരും. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2460 മെഗാവാട്ടിൻ്റെ സോളാർ നിലയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സ്ഥാപിതത്. പക്ഷേ ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ, അത് പുറപ്പുറയല്ല, അല്ലാതെ തന്നെ വലിയ പാടങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് വൻ രീതിയിലുള്ള സോളാർ നിലയങ്ങൾ ഉത്തരേന്ത്യയിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സ്ഥാപിക്കുന്ന വൈദ്യുതി തന്നെ ഗ്രിഡിലേക്ക് കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും പ്രൊഡക്ഷനാണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. സലിം അധ്യക്ഷത വഹിച്ചു. സന്തോഷ്, ജഗദീഷ്, പ്രേംകുമാർ, ബൈജു, നിസാം, റാമോഹൻ, MG ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കാറുകൾ കടത്തിയ കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. ഉമ്മന്നൂർ അമ്പലക്കര വൃന്ദാവനത്തിൽ രമേശ് കുമാറാണ് അറസ്റ്റിലായത്. പഞ്ചായത്ത് അംഗം ആണെന്ന വ്യാജേനയാണ് ഇയാൾ വാഹനങ്ങൾ കടത്തിയിരുന്നത്. കുണ്ടറയിലാണ് സംഭവം. കുണ്ടറയിൽ കരാറടിസ്ഥാനത്തിലെടുത്ത കാറുകൾ കടത്തിയ കേസിലാണ് BJP പ്രവർത്തകൻ പിടിയിലായത്. അമ്പലക്കര മധു എന്ന് വിളിക്കുന്ന രമേശ് കുമാറാണ് അറസ്റ്റിലായത്. പഞ്ചായത്തിന്റെ ആവശ്യത്തിനെന്ന വ്യാജേനെ കാർ വാടകയ്ക്ക് വാങ്ങി മുങ്ങുകയാണ് ഇയാളുടെ രീതി. പഞ്ചായത്ത് അംഗമാണെന്ന് പറഞ്ഞാണ് ഇയാൾ വാഹനങ്ങൾ കൊണ്ടുപോയിരുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കുണ്ടറയിൽ ബസിന് പിറകിൽ കാറിടിച്ച് അപകടം. കാർ യാത്രികന് അപകടത്തിൽ പരിക്കേറ്റു. ആറമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപമാണ് അപകടം നടന്നത്. കുണ്ടറ ആറുമുറിക്കടയിൽ പഴയ ഫയർ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. കുണ്ടറ ഭാഗത്തു നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ശാസ്താംകോട്ട സ്വദേശി ഓടിച്ചിരുന്ന കാർ ബസ് സ്റ്റോപ്പിൽ നിർത്തി ആളിനെ ഇറക്കിക്കൊണ്ടിരുന്ന കൊല്ലം പുത്തൂർ സ്വകാര്യ ബസിന് പിന്നിൽ ഇടിക്കുകയായിരുന്നു. ബസ്സിൽ നിന്നും ഇറങ്ങിയ യുവതികൾ തലനാഴിരയ്ക്കാണ് രക്ഷപ്പെട്ടത്. സാരമായ പരിക്കുകളോടെ കാർ യാത്രികനെ കുണ്ടറയിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കേരളം നേടിയ നന്മകളെ ഇല്ലാതാക്കുവാൻ UDF നുണപ്രചരണം അഴിച്ചുവിടുകയാണെന്ന് ബിനോയ് വിശ്വം. LDFിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് അഞ്ചലിൽ നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. LDF നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം നേടി 3-ാം തവണയും അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം UDF BJPയുമായി ചേർന്ന് വ്യാപകമായി വോട്ട് കച്ചവടം നടത്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അഭിപ്രായപ്പെട്ടു. LDFിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വികസന മുന്നേറ്റ ജാഥയ്ക്ക് അഞ്ചൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDFിനെ പറ്റി നിങ്ങൾക്ക് ഏവർക്കുമുള്ള സ്നേഹത്തിന്റെ വിളംബരമാണ്. ആ സ്നേഹമാണ് ജനങ്ങളുമായി LDFിനുള്ളത്. അതൊരു പാരസ്പര്യമാണ്. ആ സ്നേഹം അങ്ങോട്ടുമുണ്ട്, ആ സ്നേഹം ഇങ്ങോട്ടുമുണ്ട്. ആ സ്നേഹത്തിന്റെ വിധത്തിലാണ് നാം പറയുന്നത്. LDFിന്റെ 10 കൊല്ലം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ നാം പറയുന്നു 3-ാം ഊഴം നമ്മുടേതായി. ആ പ്രഖ്യാപനമാണ് നാം പുറപ്പെടുന്നത്. ദിവസങ്ങൾ ചുരുക്കമേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉറപ്പായും LDF ജയത്തിന് വേണ്ടി പങ്കുവഹിക്കണം. ആ പങ്കുവഹിക്കാൻ നമ്മളെല്ലാം ഒരുക്കമായി കഴിഞ്ഞുവന്ന് ഈ ഓരോ തലങ്ങളിലും സ്വീകരണം വെച്ച് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ചോദ്യം ലളിതമാണ്. അത് ജനങ്ങൾ പ്രഖ്യാപിക്കേണ്ട ഒരു മറുപടിയിൽ ആശ്രയിച്ചിരിക്കുന്നു. മറുപടി ലളിതമാണ്, പക്ഷെ എല്ലാവരും പറയണം. ആരും ഉണ്ടാതിരിക്കാൻ പാടില്ല.
LDF എല്ലാവർക്കും പങ്കാളിത്തമുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആരും ഇവിടെ നിന്ന് അന്യരെ പോലെ മാറിപ്പോകേണ്ടതില്ല. ഞാൻ ചോദിക്കുകയാണ്, സഖാക്കളെ, സഹോദരിമാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മുടെ LDFന്റെ മൂന്നാം ഊഴം വരില്ലേ? ഈ യഥാർത്ഥ ഒളിച്ചു വരുമെന്ന് പറഞ്ഞതല്ലാതെ അതുപോലെ അത് LDF നിലപാടല്ല. LDF നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി പറയണം. അപ്പോഴേ അഞ്ചലാകൂ, അപ്പോഴേ പുനലൂരാകൂ, അപ്പോഴേ ഇടതുപക്ഷമാകും. LDF നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളുടെ അംഗീകാരം തേടി അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് K. ബാബു പണിക്കർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ലിജു ജമാൽ സ്വാഗതം പറഞ്ഞു. ജാഥ മാനേജർ M. സ്വരാജ്, ജാഥ അംഗങ്ങളായ CS സുജാത, അഡ്വക്കേറ്റ് P. വസന്തം, VT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യം, PK രാജൻ മാസ്റ്റർ, യൂജിൻ മൊറേലി, ഉഴമലയ്ക്കൽ വേണുഗോപാൽ, A. ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുപറമ്പിൽ, LDF ജില്ലാ കൺവീനർ PS സുബാൽ MLA, CPIM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി S. ജയമോഹൻ, മന്ത്രി J. ചിഞ്ചുറാണി, അഡ്വക്കേറ്റ് K. പ്രകാശ് ബാബു, മുൻമന്ത്രി അഡ്വക്കേറ്റ് K. രാജു, S. സുദേവൻ, അറക്കൽ ബാലകൃഷ്ണപിള്ള, ബെന്നി കക്കാട്, അഡ്വക്കേറ്റ് S. വേണുഗോപാൽ, അഡ്വക്കേറ്റ് R. സജിലാൽ, MA രാജഗോപാൽ, S. ബിജു, M. സലീം, C. അജയ് പ്രസാദ്, KC ജോസ്, S. സന്തോഷ്, VP ഉണ്ണികൃഷ്ണൻ, D. വിശ്വസേനൻ, D. സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ബൈക്ക് മോഷ്ടാവ് അറസ്റ്റിൽ. ചിറയിൻകീഴ് സ്വദേശി സുജിത്താണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഇയാളെ പിടികൂടിയത്. തിരുവനന്തപുരം ചിറയിൻകീഴ് കുടവൂർ കട്ടിയാട് മലമുകൾ വീട്ടിൽ ചിക്കു എന്ന് വിളിക്കുന്ന സുജിത്താണ് പിടിയിലായത്. കഴിഞ്ഞ 30-ന് പാരിപ്പള്ളി സ്വദേശി ഷിജോലാലിന്റെ ബൈക്കാണ് മോഷണം പോയത്. മയിലാടുംപാറയിൽ ബൈക്ക് പാർക്ക് ചെയ്ത ശേഷം ബസ്സിൽ പോയി തിരികെ വന്നപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത്. ഉടൻ തന്നെ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകി. ഇതിനിടയിൽ ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലെ ക്യാമറയിൽ നിന്ന് ഹെൽമറ്റ് ധരിക്കാത്തതിൽ പെറ്റുവരികയും ചെയ്തു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞത്. ഇയാൾ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകളിൽ തിരുത്തൽ വരുത്തിയിരുന്നു. എന്നാൽ തന്ത്രപരമായി പോലീസ് പ്രതിയെ വലയിലാക്കുകയായിരുന്നു. ചാത്തന്നൂർ ACP അനുരാജിന്റെ നിർദ്ദേശപ്രകാരം SHO ഗിരീഷിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് SI ജയപ്രകാശ്, ബിജു, പ്രകാശ് അജയ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ തൊഴിലാളി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. UDTFന്റെ നേതൃത്വത്തിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. UDTF കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശാസ്താംകോട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. RYF സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദ്രോഹത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരത്തിലാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. അസംഘടിത മേഖലയിലുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികൾ ജീവിക്കുവാനായി പെടാപ്പാടുപെടുന്നു. അതിനിടയിലേക്കാണ് ഈ ലേബർ കോഡുകൾ പോലെയുള്ള കരിനിയമങ്ങൾ കടന്നു വന്നുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരെയും ഇടത്തട്ടുകാരെയും പാവപ്പെട്ടവരെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെ കൂടുതൽ ദുരിതപൂർവമായ അവസ്ഥയിലേക്ക് തള്ളിയിടുവാൻ ഭരണകൂടങ്ങൾ മത്സരിക്കുന്നു. ഇവിടെ 2 ബഡ്ജറ്റുകൾ കഴിഞ്ഞു. ആ 2 ബഡ്ജറ്റുകളിൽ കേരളത്തെ ഗുരുതരമായ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന തൊഴിലുറപ്പ് പോലെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന ലക്ഷക്കണക്കിന് കേരളത്തിലെ അമ്മമാർ, സഹോദരിമാർ പണിയെടുത്ത് അന്നന്നത്തെ അന്നത്തിന് വക കണ്ടെത്താൻ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് വിടുമ്പോൾ കയർ, കശുവണ്ടി, കൈത്തറി, തീപ്പട്ടി പോലെയുള്ള വ്യവസായങ്ങൾ, പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങൾ, ആ മേഖലയിൽ നിന്നും കുട്ടപലായനം ചെയ്ത് കടന്നു വന്നവരാണ് ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും. ഫെബ്രുവരി 12 ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് UDTFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലുറപ്പ് പദ്ധതിയെ കൊന്നുകളയാൻ BJP സർക്കാരിനെ അനുവദിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാജ്യത്തിന്റെ പരമാധികാരം ട്രംപിന് മുന്നിൽ പണയം വെച്ചിരിക്കുകയാണെന്നും ലേബർ കോഡ് തൊഴിലാളികളെ ദ്രോഹിക്കുന്നതാണെന്നും ബിനോയ് വിശ്വം. LDFന്റെ തെക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കരുനാഗപ്പള്ളിയിൽ ഉജ്ജ്വല സ്വീകരണം. കൊല്ലം ആദിച്ചനല്ലൂരിൽ ജനവാസ മേഖലകളിൽ ശുചിമുറി മാലിന്യം തള്ളി. കട്ടച്ചൽ ഏലയുടെ സമീപത്തുകൂടി കടന്നുപോകുന്ന തോട്ടിലാണ് രാത്രികാലങ്ങളിൽ ടൺ കണക്കിന് മാലിന്യം തള്ളുന്നത്.
പ്രദേശം രോഗഭീഷണിയിൽ. തീതുപ്പിയ കാർ ഇനി വീട്ടിലിട്ടാൽ മതിയെന്ന് MVD. കാറിന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു. ഉടമയുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. കുണ്ടറയിലാണ് സംഭവം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.